Example 27 ശ്രദ്ധിക്കാം. The probability density of a random variable x is f of x equal to 0 for x less than or equal to minus a, 1 by a square into a plus x for minus a less than x less than or equal to 0, 1 by a square into a minus x for 0 less than x less than or equal to a, 0 for x greater than or equal to a. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫൈ ദാറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇതൊരു ഡെൻസിറ്റി ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ എ കൂടെ കണ്ടുപിടിക്കണം. അതിൽ കോൺസ്റ്റൻസ് ആയാലും എ കൂടെ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ചെയ്യാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് എ എന്താണ്? 0 ആണ് തന്നിട്ടുണ്ട് അല്ലേ. മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് എ 0 ആണ്. പ്ലസ് മൈനസ് എ ടു 0 എന്താണ്? 1 ബൈ എ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് എക്സ് ഡി എക്സ്. പ്ലസ് 0 ടു എ എന്താണ്? 1 ബൈ എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഡി എക്സ്. പിന്നെ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എന്താണ്? 0 ആണ്, ഈക്വൽ ടു 1. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. കാരണം ഒന്ന് മൈനസ് എ ടു 0 എ പ്ലസ് എക്സ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ് ചെയ്യുമ്പം ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റേത് വന്നേക്കുന്നത്. സോ ഈക്വൽ ടു 1 ആണ് കിട്ടുക. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടുക. സോ അവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. സോ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് 0 ഡി എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ഇൻ ദ റേഞ്ച് മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി അടുത്ത കേസിൽ മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് എ 0 ഡി എക്സ് പ്ലസ് മൈനസ് എ ടു എക്സ് എ പ്ലസ് എക്സ് ബൈ എ സ്ക്വയർ എക്സ് ഡി എക്സ്. രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആദ്യം മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് എ വരെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് പ്ലസ് എന്ത് ചെയ്യുക? മൈനസ് എ ടു എക്സ് ആ ഡെൻസിറ്റി ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനൽ എന്ത് കിട്ടും? എ എക്സ് പ്ലസ് 1/2 എക്സ് സ്ക്വയർ പ്ലസ് 1/2 എ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഏത് ഇൻ്റർവെല്ലാണ് കണ്ടുപിടിക്കേണ്ടത്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം? ആദ്യം മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് എ 0 ഡി എക്സ് പ്ലസ് പ്ലസ് 0 ടു മൈനസ് എ 1 ബൈ എ സ്ക്വയർ എ പ്ലസ് എക്സ് ഡി എക്സ് പ്ലസ് എന്ത് ചെയ്യണം? 0 ടു എക്സ് 1 ബൈ എ സ്ക്വയർ 1 ബൈ എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ്. നോക്കാം എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് എ 0 ഡി എക്സ് പ്ലസ് മൈനസ് എ ടു 0 എ പ്ലസ് എക്സ് ബൈ എ സ്ക്വയർ ഡി എക്സ് പ്ലസ് മൈനസ് ഇൻഫിനിറ്റി ടു എ മൈനസ് എക്സ് ഡി എക്സ് എ മൈനസ് എക്സ് ബൈ എ സ്ക്വയർ ഡി എക്സ്. ഫൈനൽ എന്ത് കിട്ടും? 1/2 പ്ലസ് എ എക്സ് മൈനസ് 1/2 എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയിൽ എന്തായിരിക്കും? ഇതൊക്കെ കൂടെ ക്യുമുലേറ്റ് ചെയ്ത് വരില്ലേ. ഫൈനലി എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ എഫ് ഓഫ് എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ 0യും ഫൈനൽ വാല്യൂ 1 ആയിരിക്കും. അതെല്ലാ കേസിലും അങ്ങനെ വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എ സ്ക്വയർ ബൈ 2 ബൈ എ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 1/2 പ്ലസ് എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എ സ്ക്വയർ ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ എ 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. Let the distribution function of x be f of x equal to 0 if x less than minus 1, x plus 2/4 if minus 1 less than or equal to x less than 1, 1 if x greater than or equal to 1. Find probability of x equal to 1. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ് പഠിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പം പ്രോബബിലിറ്റി അറ്റ് എ പോയിൻറ്റ്, പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മൈനസ് എഫ് ഓഫ് എ മൈനസ് സീറോ എന്നുവെച്ചാൽ ലെഫ്റ്റ് പോയിന്റിൽ എ എന്ന് പറയുന്നതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലുമുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ അതാണ് കൊടുത്തത്. എഫ് ഓഫ് എ പ്ലസ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ എന്താണ് റൈറ്റിലുള്ള വാല്യൂ, എ മൈനസ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ ലെഫ്റ്റിലുള്ള വാല്യൂ. അപ്പം ഇവിടെ ഈ ഇക്വേഷൻ പ്രകാരം എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് 0 മൈനസ് എഫ് ഓഫ് 1 മൈനസ് 0. ഇപ്പം എഫ് ഓഫ് 1 പ്ലസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-നേക്കാളും കൂടിയ ഭാഗം 1 പ്ലസ് വരും. 1 പ്ലസ് വാല്യൂ എവിടെ വരുന്നത്? ഏത് ഇൻ്റർവെല്ലാണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ലല്ലേ വരുന്നത്? 1 പ്ലസ് വാല്യൂസ് ഒക്കെ 1 പ്ലസ് 1.2 1.1 1.2 ഇതൊക്കെ വരുന്ന ഏത് കേസിലാണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കേസിൽ. അതിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1. ഇപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് 0 എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഓഫ് 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1-നേക്കാളും ചെറിയ വാല്യൂ എന്നുവെച്ചാൽ 0.9 0.8 അത് ഏതിലാണ് വരുന്നത്? ഏത് ഇൻ്റർവെല്ലാണ് വരുന്നത്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അപ്പം അവിടെ എഫ് ഓഫ് 1 എന്താണ്? 3/4. 1 മൈനസ് 3/4 എന്ത് വരും? 1/4. ഇനി അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വെരിഫൈ ദാറ്റ് ദ ഫോളോയിങ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഈ താഴെ കൊടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എക്സ് ലെസ് ദാൻ മൈനസ് എ 1/2 ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് 1 മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഡെൻസിറ്റി ഫംഗ്ഷനാണ് കിട്ടുക. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഡെൻസിറ്റി ഫംഗ്ഷനാണ് കിട്ടുക. അപ്പം നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ 2 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എഫ് ഓഫ് എക്സ് ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈ തന്നേക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ആ ഡെൻസിറ്റി ഫംഗ്ഷൻ ആ 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം എക്സ് ലെസ് ദാൻ മൈനസ് എയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 0 തന്നെയാണ് വാല്യൂ. 0നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 തന്നെ. മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് വരും? 1/2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 1/2a വരും. മൈനസ് എ മുതൽ എ എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 1/2a വരും. d എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2a ഫോർ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ എയിലും 0 ആണ്. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ്. 1/2a ആണ് എഫ് ഓഫ് എക്സ്. അപ്പം in order that f of x is a distribution function, f of x must be a PDF. So in integral minus infinity to infinity f of x dx എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുകയാണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ്. ഇവിടെ ലോവർ ലിമിറ്റ് എന്താണ്? -a ആണ്. അപ്പർ ലിമിറ്റ് എന്താണ്? a ആണ്. സോ ഇൻറ്റഗ്രൽ -a to a f of x dx വെച്ചാൽ 1/2a. എഫ് ഓഫ് എക്സ് 1/2a ആണ്. അത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ പുറത്തെടുത്ത് 1/2a ഇൻറ്റു ഇൻറ്റഗ്രൽ -a to a dx എന്ന് പറയുന്നത് 1 കിട്ടും. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഇനി എക്സാമ്പിൾ 24 ശ്രദ്ധിക്കുക. ഇവാലുവേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് കാൽക്കുലേറ്റ് എഫ് ഓഫ് 2 ആൻഡ് എഫ് ഓഫ് 1. നമ്മളുടെ കയ്യിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറേ തവണ ചോദിക്കുന്നത് നിങ്ങളുടെ പലവട്ടം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കാം. എഫ് ഓഫ് എക്സ് എന്താണ്? x/2 ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 3 മൈനസ് x/4 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 1/4 ഫോർ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 4 മൈനസ് x/4 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 0 എൽസ്വെയർ. അപ്പോൾ -∞ മുതൽ 0 വരെ
എന്നുവെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി 0 മുതൽ 4 വരെയാണ് ഡിഫൈൻ ആയിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും എന്താണ് 0 ആണ്. 0 to 1 ഒരു വാല്യൂ ഉണ്ട്, 1 to 2 ഒരു വാല്യൂ ഉണ്ട്, 2 to 3 ഒരു വാല്യൂ ഉണ്ട്, 3 to 4 ഒരു വാല്യൂ ഉണ്ട്. അതർവൈസ് എന്താണ് ഇതൊക്കെ? അതർവൈസ് ഏത് ഇൻ്റർവെല്ലും എന്താണ് ഇത് 0 ആണ്. അപ്പം മൈനസ് ഇൻഫിനിറ്റി ടു 0ൽ എഫ് ഓഫ് എക്സ് 0 ആണ്. ഇനി 0 to 1 എന്താണ്? 0 to 1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് അതിന് താഴെയുള്ള മൈനസ് ഇൻഫിനിറ്റി ടു എക്സിലെ പ്ലസ് എന്ത് ചെയ്യണം? 0 to എക്സിലെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം എഫ് ഓഫ് എക്സ് 0 to 1 നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഏറ്റവും ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ്. പിന്നെ 0 to 1 കണ്ടുപിടിക്കേണ്ടത്. അപ്പം 0 to എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സിൽ എന്താണ്? 0 ആണ് വാല്യൂ. 0 പ്ലസ് 0 to എക്സിൽ 0 to 1 വാല്യൂ എന്താണ്? എക്സ് ബൈ 2. 0 to എക്സ് എക്സ് ബൈ 2 ഡി എക്സ്. ഇപ്പം എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 4 കിട്ടും. 0 to 1 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ബൈ 4 ആണ്. ഇനി 1 to 2 കണ്ടുപിടിക്കണം. 1 to 2 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മൾ ഏത് ഇൻ്റർവെല്ലിൽ കണ്ടുപിടിക്കുന്നത്? 1 to 2 പ്ലസ് 1 to എക്സ്. 1 to 2 എന്ന് കൊടുക്കൂല, കാരണം അത് വരെയുള്ള 1 to 2 ഇടയിലെ ഒരു പോയിൻ്റായ എക്സ് വരെയുള്ള പ്രോബിലിറ്റി 1 to എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഫസ്റ്റ് ഇൻ്റർവെൽ എന്താണ്? 0 ആണ്. പ്ലസ് 0 to 1 എക്സ് ബൈ 2 ഡി എക്സ് 1 to എക്സ് 3 മൈനസ് എക്സ് ബൈ 4 ഡി എക്സ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 1 ബൈ 2 എക്സ് സ്ക്വയർ പ്ലസ് 3 ബൈ 4 എക്സ് മൈനസ് 3 ബൈ 8. ഇതാണ് 1 to 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. ഇനി 2 to 3 കണ്ടുപിടിക്കാനുണ്ട്. അതെന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് പിന്നെ അടുത്ത് എന്താ വരിക? നമ്മൾ 2 to 3 കണ്ടുപിടിക്കുന്നത്. പ്ലസ് എന്താണ്? 2 to എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 ആണ്. പ്ലസ് 1 ബൈ 4 പ്ലസ് എന്താണ്? ഇൻ്റഗ്രൽ 1 to 2 3 മൈനസ് എക്സ് ബൈ 4 ഡി എക്സ് പ്ലസ് 2 to എക്സ് 1 ബൈ 4 ഡി എക്സ്. വാല്യൂറ്റ് ചെയ്യുമ്പോൾ 1 ബൈ 8 പ്ലസ് 1 ബൈ 4 എക്സ് എന്ന് വരും. ഇനി അടുത്ത് 3 to 4 കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്തൊക്കെ വരും? മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 2 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ്. 3 to 4 എന്ന് പറയുന്ന ഇൻ്റർവെൽ ആണ് കണ്ടുപിടിക്കുന്നത്. പ്ലസ് 3 to എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഫൈനലി ഇത് വരും മൈനസ് 1 ബൈ 8 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 1. ഇനി 4 to ഇൻഫിനിറ്റിയിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെ കൂടെ എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 1 ആണ് വരിക. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതി, ഓരോ സ്ഥലത്തെയും വാല്യൂ എഴുതി. 0 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് സ്ക്വയർ ബൈ 4 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 2 എക്സ് സ്ക്വയർ പ്ലസ് 3 ബൈ 4 എക്സ് മൈനസ് 3 ബൈ 8 ഇഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 1 by 8 plus 1 by 4x if 2 less than x less than or equal to 3 minus 1 by 8 x square plus x minus 1 if 3 less than x less than or equal to 4 1 if x greater than 4. നമ്മൾ പറഞ്ഞേക്കുന്നത് എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 1ഉം കണ്ടുപിടിക്കാനാണല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 2 വരുന്നത് ഏതിലാണ്? 2 ഏത് ഇതിലാണ് വരുന്നത്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആ ഇൻ്റർവെല്ലാണ് 2 വരുന്നത്. അപ്പോൾ ആ ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് എന്താണ്? മൈനസ് 1 ബൈ 8 എക്സ് സ്ക്വയർ പ്ലസ് 3 ബൈ 4 എക്സ് മൈനസ് 3 ബൈ 8. ഈ ഫംഗ്ഷനിൽ എക്സിന് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 5 ബൈ 8 കിട്ടും. ഇനി എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. 1 ഏതിലാണ് വരുന്നത്? ഏത് ഇൻ്റർവെല്ലാം? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 4. അതിൽ 1 കൊടുക്കുമ്പോൾ 1 ബൈ 4. ഇങ്ങനെയാണ് എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 1ഉം കണ്ടുപിടിക്കുക. അടുത്തത് എക്സാമ്പിൾ 23 ശ്രദ്ധിക്കാം. ഇവാലുവേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഫോർ ദ ഫോളോയിങ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആൻഡ് കാൽക്കുലേറ്റ് എഫ് ഓഫ് 10. നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. എഫ് ഓഫ് 10 കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ എഫ് ഓഫ് 10. എഫ് ഓഫ് എക്സ് എന്താണ്? 1 ബൈ 6 ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 6 ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം? മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്താണ്? 0 ആണ് വാല്യൂ. സോ 0 to എക്സ്
1/x e⁻⁻x/6 dx. എൻ്റെ വാല്യൂ എന്ത് വരുന്നു? 1 - e⁻⁻x/6. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? f(x) = 1 - e⁻⁻x/6. അപ്പോൾ f(10) കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ മതി. 1 - e⁻⁻10/6. ഇനി a continuous random variable x has the PDF f(x) = 3x². For 0 less than or equal to x less than or equal to 1, find a and b such that ഒന്നാമത്തെ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. രണ്ടാമത്തെ പ്രോബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ബി ഈക്വൽ ടു 0.05. ഇപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഒന്നാമത്തെ എടുക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0. അപ്പം 0 to a f(x) dx. 0 to f(x) dx എന്ന് പറഞ്ഞാൽ 0 to a 3x² dx എന്ത് വരും? a³ വരും. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? എ മുതൽ അതിൻ്റെ ഹയസ്റ്റ് ലിമിറ്റ് വരെ. എക്സിൻ്റെ ഹയസ്റ്റ് ലിമിറ്റ് എന്താണ്? 1 ആണ്. ഇൻ്റഗ്രൽ a to 1 f(x) dx. ഇൻ്റഗ്രൽ a to 1 3x² dx 1 - a³. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എന്നാണ്. എന്നുവെച്ചാൽ a³ ഈക്വൽ ടു 1 - a³. നമ്മൾ ഈ a³ റൈറ്റ് ഹാൻഡ് സൈഡിൽ a³ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുമ്പോൾ 2a³ ഈക്വൽ ടു 1, a³ ഈക്വൽ ടു 1/2. സോ a ഈക്വൽ ടു 1/2, തേർഡ് റൂട്ട് ഓഫ് 1/2. ഇതിനെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ഈക്വൽ ടു 0.05. ഇവിടെ നിങ്ങൾ സൊല്യൂഷനിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അതല്ല, എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ബി മുതൽ അതിൻ്റെ ഹയസ്റ്റ് ലിമിറ്റ് വരെ. ഇൻ്റഗ്രൽ b to 1 3x² dx. വെച്ചാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3നെ ഔട്ട് സൈഡ് എടുക്കുക. x² dx പറഞ്ഞാൽ x³ 3 3 ക്യാൻസൽ ചെയ്യുമ്പോൾ x³ വരും. ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 - b³. ഈ 1 - b³ എന്താണ്? 0.05. b³ ഈക്വൽ ടു 0.95, b ഈക്വൽ ടു 0.98 വരും.